നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് കേട്ടോ. 1-2 ടിപ്സുകളും പിന്നെ കുറച്ച് പാചകങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാ വീട്ടിലുണ്ടായ കുറച്ച് പാവയ്ക്കയാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് കായ്ച്ചാണ്. ഇതുവരെ ഇതിൽ നിന്ന് പാവയ്ക്ക പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ പാവയ്ക്ക പറിച്ചെടുക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് അമ്പഴങ്ങയുണ്ട്, അതും കൂടെ പറിച്ചെടുക്കുകയാണ്. ഇതിൽ നിന്ന് പറിച്ചിട്ടുള്ള അമ്പഴങ്ങയുടെ അച്ചാർ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്കയും അമ്പഴങ്ങയൊക്കെ ഇവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പഴങ്ങ ഇവിടെ കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് അമ്പഴങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പെടുത്തിട്ട് അമ്പഴങ്ങ ഒന്ന് തിന്ന് നോക്കാൻ ആണ് കേട്ടോ. സൂപ്പർ കേട്ടോ. ഈ അമ്പഴങ്ങയും മാങ്ങയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായിക്കൂടൊക്കെ വെള്ളം വരൂലേ, അപ്പോൾ കഴിക്കണം തോന്നും. ഇതാ ഈ ചോപ്പിംഗ് ബോർഡ് ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇളകുന്നുണ്ടാവുമല്ലോ, അനങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് അനങ്ങാതിരിക്കാൻ വേണ്ടി അതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് കുറച്ച് വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും അനങ്ങത്തില്ല. പിന്നെ അപ്പം കണ്ടോ, അത് ഇളകുകയില്ല. പിന്നെ അമ്പഴങ്ങയെല്ലാം എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അതവിടേക്കൊന്ന് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ പാവയ്ക്ക ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പാവയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അമ്പഴങ്ങ അച്ചാറിടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ ഇഞ്ചി എടുത്ത് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്. ഇനി എടുത്ത് നമുക്ക് അമ്പഴങ്ങ അച്ചാറിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ ബ്രൗൺ നിറമാകണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് ഇവിടെ നമുക്കിതാ പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്കുള്ള തേങ്ങ എന്നരിഞ്ഞെടുക്കണം. ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ എല്ലാവരും അങ്ങനെ തേങ്ങ ചേർക്കാറില്ലല്ലേ? എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിലോട്ട് അങ്ങനെ അത് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ വഴന്ന് വരുന്നുണ്ട്, അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങയും അരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ നമുക്ക് പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം, പിന്നെ കുറച്ച് പച്ചമുളകും സവോളയും ചേർക്കാം കേട്ടോ, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഞാൻ കഴിയുന്നതും ഈ ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഉള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തു. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കായപ്പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് വെള്ളം. ഇത് കുറച്ചൊന്നൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട്, കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള അമ്പഴങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഒരു ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് കഴിക്കാൻ പറ്റും. എന്താ അമ്പഴങ്ങ അച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, വെച്ചേക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തങ്ങ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുത്തു. ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് പാത്രം അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാവയ്ക്കയ്ക്ക് കയ്പുണ്ടാവുന്ന കേട്ടോ വിചാരിച്ചു. ഒട്ടും കയ്പൊന്നുമില്ല, നല്ല പാവയ്ക്കായിരുന്നു, നല്ല മെഴുക്ക് പുരട്ടിയായിരുന്നു കേട്ടോ.
വീണ്ടും ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇത് ഞാൻ വാങ്ങി ഒരു ടീ പാനാണ്, സോളിമോയുടെ ആണ് കേട്ടോ ഇത്. ഈ ഹാൻഡിലൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ, പിന്നെ നല്ല വെയിറ്റുമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ, നല്ല മോഡലുമാണ്. ഈ മോഡലാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. പിന്നെ 1.5 ലിറ്റർ ആട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ഇൻഡക്ഷൻ കുക്കറിലും ഓക്കെയാണ്. അപ്പോൾ ടീ പാനിൻ്റെ കാര്യം അത്രയൊക്കെയാണ്. അപ്പോൾ അതേ നമുക്ക് അവിടെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ടീ പാനിൻ്റെ മോഡൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചെറിയ തീയിൽ കിടന്നിട്ടത് നല്ലവണ്ണം മൂത്ത് വരും. ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അച്ചാറുകളൊക്കെ ഇട്ട് ഇതുപോലെ നമ്മൾ വലിയ ജാറുകളിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കുറച്ച് ചെറിയ ജാറ് വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ചെറുതാണത്. അപ്പോൾ എന്നിട്ട് ഈ വലിയ ജാറിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ ആ കൊച്ചു ജാറുകൾ ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അച്ചാർ അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോകാറില്ല. ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ചാർ പെട്ടെന്ന് പൂത്ത് പോകുന്നുണ്ടെന്നൊക്കെ. സാധാരണ എനിക്ക് അങ്ങനെ സംഭവിക്കാറില്ല. കാരണം എന്താ, ഇത് തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ജാറുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. രാവിലെ നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ട് രാത്രി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും. വീണ്ടും ഇതുപോലെ രാവിലെ എടുത്ത് വയ്ക്കും. പിന്നെ ഈ കൊച്ചു ജാറിലായതുകൊണ്ട് ഒരുപാട് അതങ്ങനെ ഇരിക്കത്തില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് കഴിക്കുമ്പോൾ അങ്ങ് തീരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ ബോട്ടിലൊക്കെ കഴുകി ഉണക്കിയിട്ട് വീണ്ടും അതിൽ നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കും. അപ്പോൾ ഒരിക്കലും ഒരു അച്ചാറും പൂത്ത് പോയിട്ട് എനിക്ക് ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് നാരങ്ങ അച്ചാറാണ്. ഒരുപാട് നാളായതാണ്, ഒരു 7-8 മാസമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കാന്താരി അച്ചാർ, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും തീർന്നു കേട്ടോ, അതുമായി ഒരുപാട് നാളായതാണ് അതൊക്കെ. അത് നമുക്ക് ചെറിയൊരു ജാറിലേക്ക് മാറ്റുകയാണ്. ഈ ചെറിയ ജാറുകളൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെനിക്കൊന്ന് 6 എണ്ണമായിരുന്നു തോന്നുന്നു. ഒരു സെറ്റ് 350 രൂപ അത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. നല്ലൊരു ജാറിൻ്റെ സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ പാവയ്ക്കായും റെഡിയായി വരുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന്. ഇത് ഇരുമ്പമ്പുളി അച്ചാറാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. അത് നമുക്ക് ഈ ജാറിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇരുമ്പമ്പുളി, ഇതുപോലെ തന്നെ അമ്പഴങ്ങ, മാങ്ങ, അവൈലബിൾ ആയിട്ടുള്ള എന്താണ് കിട്ടുന്നത് അതൊക്കെ ഞാൻ അച്ചാറിട്ട് വയ്ക്കും കേട്ടോ. ബീറ്റ്റൂട്ടൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ബീറ്റ്റൂട്ടാണ് വേണം, അപ്പോൾ നമുക്ക് കഴിക്കണം തോന്നും, അപ്പോൾ ബീറ്റ്റൂട്ട്, അത് എല്ലാം ഒരുപാട് അച്ചാറുകൾ കാണും എനിക്ക് എപ്പോഴും ഉണ്ടാവും ഫ്രിഡ്ജിനകത്ത്. അത് മാങ്ങ അച്ചാറാണ്, കടുക് മാങ്ങ എന്നാണുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ച് ആ ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ തുടച്ചിട്ട് അത് അടച്ച് വെച്ചു. ഇത് മാങ്ങയാണ്.
ഇത് നമ്മളിന്ന് ചെയ്ത അമ്പഴങ്ങ അച്ചാർ. ഇത് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് വന്നു. അപ്പോൾ അതെന്താ ഈ ജാറിലാക്കിയിട്ടുണ്ട്. പാവയ്ക്ക ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ട്രേയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ട്രേയിൽ വെക്കുമ്പോൾ ഇതോടെ തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ടേബിളിൻ്റെ പുറത്ത് ഇതിങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതുപോലൊരു ബോട്ടിലിൽ കുറച്ച് ചെറിയ സ്പൂണുകൾ ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ സ്പൂണ് കഴുകേണ്ട ഒരു വിഷയം വരുന്നില്ല. കാരണം അപ്പം നനഞ്ഞിരിക്കുമല്ലോ, നമ്മളപ്പോഴും നനഞ്ഞൊക്കെ എത്ര നമ്മൾ തുടച്ചെടുത്താലും അത്ര ക്ലിയർ ആകൂലല്ലോ. അപ്പോൾ ആ ഇതിലിട്ട് വയ്ക്കുമ്പോൾ പിന്നെ കഴുകണ്ട, അടച്ചു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.